എന്ന രൂപത്തിൽ നിങ്ങളുടെ ഒരു സോവനീറിൽ നിങ്ങൾ എഴുതിവിട്ടത് ഇവിടെ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്തേ മുസ്ലിയാരെ, തൊട്ടിട്ടില്ലല്ലോ നിങ്ങൾ, തൊടണം. നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങൾ ഓരോന്നോരോന്ന് വായിച്ച് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ മറുപടി പറയുന്നില്ല. എന്തൊക്കെയാ നിങ്ങൾ വിട്ടുകളഞ്ഞത്? അന്ന് കൃത്യമായി നിങ്ങളുടെ ഓരോ തോന്നിവാസങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. സിറാജ് പത്രത്തെ സംബന്ധിച്ച് നിങ്ങൾ അതിന്റെ മദ്ഹുകൾ പറയുമ്പോ നിങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തായിരുന്നുവെന്ന് ഞാൻ നിങ്ങളെ ശേഷം കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങളെല്ലാവരും കേട്ടതാണ് ശിർക്കിന്റെ പരസ്യം ഇവർ സിറാജിൽ കൊടുത്തത്, അതുപോലെ തന്നെ ബാങ്കിന്റെ പരസ്യം കൊടുത്തത്, നഗ്നമായ സ്ത്രീ ശരീരങ്ങളുടെ പരസ്യങ്ങൾ അർദ്ധനഗ്നകളുടേതും മറ്റുമൊക്കെ നൽകിയത്. അങ്ങനെ ഒരുപാട് ഇവിടെ കാണിച്ചിരുന്നു. മുസ്ലിയാർക്ക് എന്താ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ബഹുരസണ്ട്. മൂപ്പർക്ക് അതിനെപ്പറ്റിയൊക്കെ പറയാനുള്ള ആകെ ഒരൊറ്റ മറുപടിയുള്ളൂ. കേട്ടോളൂ, എന്താ മൂപ്പര അതൊക്കെ സിറാജിൽ വന്നതിനെ പറ്റി എന്താ മൂപ്പര അഭിപ്രായം? കേൾക്കുക. സിറാജ് പത്രത്തിന്റെ ഓഫീസിലോ പത്രത്തിലോ ഇരിക്കുന്ന എല്ലാരും അമ്പിയാക്കളല്ല. ഞങ്ങളെ വ്യക്തി ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെടാത്തതോ അറിയാത്തതോ ഉണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് നൽകട്ടെ. അല്ലാഹുവേ, തടീച്ചക്ക് വഴിപ്പെടാതെ നിനക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഇബ്ലീസിന്റെ ശർറിൽ ഞങ്ങളെ പെടുത്തരുതേ റഹ്മാനെ. കണ്ടോ, സിറാജിൽ വന്നീനുള്ള തൗബയാണ്. സിറാജിൽ വന്നീന് എന്താ പറയുന്നത്? സിറാജ് പത്രത്തിലിരിക്കുന്ന എല്ലാരും അമ്പിയാക്കളല്ല. അപ്പൊ കുറച്ച് അമ്പിയാക്കൾ ഉണ്ട്. ഉപരി വർത്താന എപ്പോഴും പറയല, ഞാനാണോ അവിടെ ഇരിക്കുന്നത്? കാന്തപുരി ഉസ്താദാണോ ഇരിക്കുന്നത്? നിങ്ങൾ ഇരുന്നിട്ടാ ബാക്കിയൊക്കെ വരുന്നത്? നിങ്ങൾ ഇരുന്നിട്ടാണോ ബാക്കിയൊക്കെ വരുന്നത്? ഇത് പറയുമ്പോ എന്താ ആ ഒരു മറുപടി? മാത്രല്ല, നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇനിയും ഞാൻ സിറാജ് കൊണ്ടുവന്ന് കാണിക്കും. എന്നാ നമ്മൾ ഈ ആള് ഇങ്ങനെ ഈ നിലക്ക് ഇവിടെ ഇങ്ങനെ തൗബ ചെയ്തപ്പോ നമ്മൾ വിചാരിച്ചു എന്നാ ഇനിയിപ്പൊ ഒരു ചിത്രം ഇറക്കൂല. ഇപ്പൊ പറ്റിപ്പോയി മനുഷ്യന്മാരിലൊക്കെ സംഭവിക്കാലോ. തൗബയും കഴിഞ്ഞല്ലോ, അല്ലാഹു പുറത്തു തരട്ടെ, അടിയിച്ചക്ക് വഴിപ്പെടുത്തൽ പുറത്തു വരട്ടെ, ശൈത്താനിൽ നിന്ന് രക്ഷിക്കട്ടെ. എന്തെങ്കിലും ഞങ്ങളൊന്നും മഅ്സൂമീങ്ങളല്ല, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അല്ലാഹു പൊറുക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു ഇനി വരൂലാന്ന് വിചാരിച്ചു. മാത്രല്ല, ഞാൻ കുറച്ച് ഫോട്ടോകൾ ഇനിയും കാണിക്കുന്നുണ്ട്. അതിന്റെ ശേഷം നിങ്ങൾ ഈ ദിവസം വരെ പ്രസിദ്ധീകരിച്ച പലതുമുണ്ട്. നിങ്ങളുടെ തൗബ കള്ള തൗബയാണ്. നിങ്ങൾ ഇനിയും തൗബ ചെയ്യാൻ തന്നെയാ തീരുമാനം. കാരണം നിങ്ങളുടെ തൗബ ശരിയല്ല. ഇത് കാണിക്കുമ്പോ ഇനി അടുത്ത പ്രസംഗത്തിൽ പറയും അല്ലാഹു കാക്കട്ടെ, അല്ലാഹു പുറത്തു തരട്ടെ, തടീച്ചക്ക് വഴിപ്പെടാതെ കാക്കട്ടെ, അവിടെ ഇരിക്കണവരെല്ലാരും അമ്പ്യാക്കന്മാരൊന്നല്ല. നിങ്ങൾ ഇനി അതന്നെ പറയും. എന്തേ? ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം കിട്ടാൻ നിങ്ങൾ ഏത് രൂപത്തിലുള്ള പരസ്യങ്ങളും കൊടുക്കും. എത്രത്തോളം നിങ്ങൾ പണ്ട് എവിടെയായിരുന്നു, ഇപ്പൊ എവിടെയായിരുന്നു? നിങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ പേരോടിനോടൊന്ന് പറയാം. 1956 ഏപ്രിൽ മാസം പ്രസിദ്ധീകരിച്ച അൽ ബയാൻ എന്ന് പറയുന്ന നിങ്ങളുടെ മാസികയിൽ അതാ ഒരു പ്രത്യേക വരി ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. പണ്ട് നിങ്ങൾ എവിടെയായിരുന്നു, ഇപ്പൊ നിങ്ങൾ എവിടെ എത്തിപ്പോയി? അത് മനസ്സിലാക്കാൻ 956 എഴുതിയ വരി എന്താ? വരി ഹെഡിങ് എന്താ? വിശേഷാൽ പ്രതിയിലെ ഫോട്ടോ എന്നാണ് ഹെഡിങ്. കേട്ടോളൂ. ഞങ്ങളുടെ കഴിഞ്ഞ മിഅ്റാജ് വിശേഷാൽ പ്രതിയിൽ മക്ക ഷരീഫിലെ മദ്രസത്തുൽ മലബാരിയ കെട്ടിടത്തിന്റെ ഒരു ഫോട്ടോ ബ്ലോക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ചേർത്തപ്പോൾ അവിചാരിതമായി അതിൽ ചില ആളുകളുടെ ഫോട്ടോവും ഉൾപ്പെടുകയുണ്ടായി. ജീവികളുടെ ഫോട്ടോവിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാകൊണ്ട് അത് പ്രസിദ്ധപ്പെടുത്തിപ്പോയതിൽ ഞങ്ങൾ നിർവ്യാജം വ്യസനിക്കുന്നു.
അൽ ബയാൻ പത്രാധിപർ. പണ്ടൊരു ബിൽഡിങ്ങിന്റെ ചിത്രം കൊടുത്തപ്പോ അതിൽ ചില ആൾക്കാർ, ആണുങ്ങളാ, ചില ആൾക്കാരെ ഫോട്ടോ പെട്ടുപോയി. ഇതിന് വലിയ തൗബ ചെയ്ത പാരമ്പര്യമുള്ള കക്ഷികളെ, ഇന്നിപ്പോ നിങ്ങൾ എവിടെയാണ് എത്തിയത്? നിങ്ങൾ നോക്കൂ, ഇതിനെ സംബന്ധിച്ച് പിന്നെയും എഴുതുകയാണ്. മനുഷ്യരുടെ ഫോട്ടോ ഉൾക്കൊള്ളുന്നതായത് കൊണ്ടാണ് പ്രസ്തുത പത്രത്തിൽ ആ വാർത്ത വന്ന പേജ് മുഴുവനും പകർത്താതെ ഹെഡിങ്ങും പത്രത്തിന്റെ പേരും മാത്രം പകർത്തിയത്. പത്രത്തിന്റെ കോപ്പി ഹിക്മത്ത് ഓഫീസിലുണ്ട് എന്നൊക്കെ നിങ്ങൾ പണ്ടൊരു ആളുടെ ഫോട്ടോ അങ്ങനെ പത്രത്തിൽ വന്നതിന്റെ പേരിൽ, അറിയാതെ പെട്ടുപോയതിന്റെ പേരിൽ അത് ക്ഷമാപണം ചോദിച്ചുകൊണ്ട് നിർവ്യാജം ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞതാണ് നിങ്ങളുടെ പാരമ്പര്യമെങ്കിൽ 56ന്റെ ശേഷം ജിബിരിയിൽ മർക്കസിൽ വന്നോ, സിറാജിന്റെ പത്രത്തിൽ വന്നോ? കാരണം നിങ്ങളുടെ വാദപ്രകാരം എല്ലാവരും എടുക്കുന്നവരെല്ലാവരും അമ്പ്യാക്കളല്ല, അപ്പൊ കുറച്ച് അമ്പ്യാക്കൾ ഉണ്ടെന്ന രൂപത്തിലല്ലേ സംസാരിക്കുന്നത്? എങ്കിൽ അതാണ് നിങ്ങളുടെ നയമെങ്കിൽ നിങ്ങളുടെ തൗബ കള്ളത്തൗബ തന്നെ. ഇത് നിങ്ങളെ ഉണർത്തിയിട്ട് പോലും, ഇത് നിങ്ങളെ കഴിഞ്ഞ പ്രസംഗത്തിൽ തെളിവുകൾ ധാരാളമായി നിരത്തിയിട്ട് ഇതിനി ചെയ്യരുതേ എന്ന് നിങ്ങളോട് ഉപദേശിച്ചിട്ട് പോലും നിങ്ങൾ ഇപ്പോഴും കളർഫുൾ ഫോട്ടോ നൽകിയിട്ട് ആളുകളെ കൊണ്ട് ആ നിലക്കുള്ള ആ പരസ്യങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിപ്പിക്കുന്നില്ലേ? കാണിക്കുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ നിങ്ങൾ നിഷേധിക്കുമോ? അതുകൊണ്ട് ചിലർ പെട്ടെന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നു, പെട്ടെന്ന് നിങ്ങളെ കാണിക്കുന്നു. പെട്ടെന്ന് പോട്ടെ കേട്ടോ, ഓരോ പരസ്യങ്ങളാണ് ഇതൊക്കെ. ഇത് പറഞ്ഞതിന്റെ ശേഷം ഇവരുടെ സിറാജിൽ വന്നതാണ്. പണ്ടൊരാളുടെ ഫോട്ടോ പെട്ടുപോയതിൽ നിർവ്യാജം ഖേദിച്ചുകൊണ്ട് വിശേഷാൽ പ്രതിയെ പറ്റി അൽബയാനിൽ കൊടുത്ത ആളുകളുടെ അത് റമദാൻ ആഘോഷിക്കൂ എന്ന ഹെഡിങ്ങിലാണ് ആയിരുത്തം കേട്ടോ. റമദാൻ സ്പെഷ്യൽ, വ്രതശുദ്ധിയുടെ റമദാൻ ദിനങ്ങൾ ആഘോഷിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ചിത്രമാണ്. ആഘോഷിക്കേണ്ട കോലമാണ് റമദാനിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എവിടെ എത്തിപ്പോയി ആലോചിച്ചു നോക്കൂ. അതാ ധാരാളമായി സിറാജാണ്, അങ്ങാടിയിലെ ഏതെങ്കിലും ചായക്കടയുടെ ചുമരിന്മേലുള്ള പോസ്റ്റർ അല്ല, സിറാജ് പത്രമാണ്. എന്താണ് സിറാജ് പത്രത്തിന്റെ പ്രത്യേകത? സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയാണ്, സത്യത്തിന്റെ ആധികാരിക ശബ്ദമാണ്, ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണ്, സത്യത്തെ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഇതിന്റെ ചാലക ശക്തി. ജീർണതക്കെതിരെ പോരാടുന്ന പടയോട്ടം നടത്തുന്ന സത്യസന്ധമായ പത്രമാണ്. ഇതിൽ വരുന്നത് മുഴുവനും സാത്വികരായ പണ്ഡിതന്മാരുടെ ചിന്തകളാണ്. തൂവെണ്മയാർന്ന ആത്മീയ വെളിച്ചമാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. വഴി തെറ്റില്ല. മാത്രമല്ല, പേരോട് മുസ്ലിയാർ പറഞ്ഞു, സുന്നി യുവജന സംഘവും സിറാജും പരസ്പര പൂരകങ്ങളാണ്. ഇതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കൽ ദീനി പ്രവർത്തനം തന്നെ. അതാ കുറെ ചിത്രങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ കാണുന്നത് എന്താണ്? ഇപ്പൊ കാണുന്നത് അതാ ഈദ് സ്പെഷ്യൽ സിനിമകൾ. കാണിക്കാതിരുന്ന് ഞങ്ങൾ വിശ്വസിക്കൂല. ഈദ് സ്പെഷ്യൽ സിനിമകള്. സിറാജുകാരാ, ദീനിന്റെ പേരിൽ നിങ്ങൾ ഈ പണി ഇനി നടത്തിപ്പോകരുത്. ഇത് നിങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. ഈദിന് സ്പെഷ്യൽ മുസ്ലിമീങ്ങൾക്ക് തക്ബീറാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളല്ല. ഈദിന്റെ സ്പെഷ്യലിൽ മുസ്ലിമീങ്ങൾക്കുള്ളത് പ്രത്യേക നിസ്കാരമാണ്, തക്ബീറാണ്, അതുപോലെ തന്നെയുള്ള ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. പക്ഷേ അതാ ആ വന്നതിൽ പരസ്യം മലയാള സിനിമയിലെ മെഗാസ്റ്റാർ, പ്രശസ്ത താരങ്ങൾ, സംഗീത പ്രതിഭകൾ വേദിയിലെത്തുന്നു. താഴെ കൊടുത്ത 11 വിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവ നാമനിർദ്ദേശം ചെയ്യുക. മികച്ച ഗാനം, ഏറ്റവും ആവശ്യപ്പെട്ട ഹിറ്റ് ഗാനം, മികച്ച ഗായകൻ ഗായിക, മികച്ച ജോഡി, മികച്ച ഗാനരചയിതാവ്, മികച്ച നവാഗത ഗായിക, മികച്ച നവാഗത ഗായകൻ, മികച്ച സംഗീത സംവിധായകൻ. കണ്ടോ, നിങ്ങളുടെ പത്രത്തിലെ ആവശ്യങ്ങളാണ്. ഈദിന് സ്പെഷ്യൽ സിനിമ. ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. കണ്ടോ, ഇത് നിങ്ങൾ ഓർക്കണം. പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് പരിശുദ്ധ റമദാൻ വിശേഷാൽ പതിപ്പ് സിറാജാടെ ഇതിലും നിങ്ങൾ കൊടുത്തു. പരിശുദ്ധ റമദാനിൽ പോലും നിങ്ങൾ ഇറക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ഈ കാണിച്ചത്. എത്രയാണ്? ധാരാളം ഇനിയും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്കാണ്. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് പ്രയാസമല്ല, കാരണം അടുത്ത പ്രസംഗത്തിൽ വന്നിട്ട് തൗബ ചെയ്താൽ മതി.
തൗബ ചെയ്താൽ മതി. പക്ഷേ ഇത് കാണുന്ന ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ ചിന്താരൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ ഇനിയും നിങ്ങൾക്ക് പറ്റിക്കാനാവില്ല. മാത്രമല്ല, ഈ ബഹുമാനം പെട്ടുപോയ ഈ പത്രത്തിന്റെ ഇതിന്റെ കോപ്പി ശൈഖുനെ ഇങ്ങനെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ട് അതാ പ്രകാശനം ചെയ്യുന്നുണ്ട്. ചില മാന്യന്മാരൊക്കെ അതിന് വരി ചേർന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ഈ തെളിമയാർന്ന സാധനം സ്വീകരിച്ചിട്ട് കൈ മുത്തുന്നുമുണ്ട്. കേട്ടോളൂ നിങ്ങളാ, കണ്ടോളൂ നിങ്ങളാ ഭാഗം. 1284 ഉറുപ്പികയാണ് ഒരു കൊല്ലത്തെ സിറാജിന് കാശ്. അത് നമ്മുടെ ഈ സമ്മേളനം പ്രമാണിച്ച് ഒരു കൊല്ലത്തേക്ക് 1000 ഉറുപ്പികയായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്ക്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്ത് നേരത്തെ കണ്ടതൊക്കെ സ്വീകരിച്ചതാ. തക്ബീർ ചൊല്ലി പാസാക്ക. ഈ ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാ. കിട്ടിയോ? ഓരോരുത്തർക്കും അങ്ങനെ കൊടുക്കുമ്പോ ഉപരി പറയുന്നുണ്ട് ഫോട്ടോ എടുക്ക്, ഫോട്ടോ എടുക്ക്. എല്ലാം ഒരു കോപ്പി ഇൻഷാ അല്ലാഹ് എടുക്കണം. അതൊരു കൊല്ലത്തേക്ക് ആയാലും മതി. 1 കൊല്ലം 2 കൊല്ലം 5 കൊല്ലം ഒക്കെ എടുക്കാം. നമ്മളെ ഒരു കൊല്ലത്തിൽ 1000 ഉറുപ്പിക എഴുതാം. ഈ സമ്മേളന നമ്മളെ സെക്രട്ടറി മുഹമ്മദ് ഹുസൂർ ചേരുന്നവരൊക്കെ പറഞ്ഞേ. മദ്രാസിലാണ്. ഒരു കൊല്ലം. മഹമ്മൂദാജി ഒരു കൊല്ലം. പേപ്പറിന്റെ കെട്ടിടത്തോണ്ട് എല്ലാം ഫോട്ടോ എടുക്ക്. സർവ്വ എടുക്ക്. നമ്മളെ കടമേരി അല്ല, ഏറാമല. ഫോട്ടോ എടുക്ക്. ഓരോന്ന് എല്ലാം ആ പത്രത്തിന്റെ കെട്ടോടെ 10 വർഷത്തേക്ക് മൻസൂർ ഹാജി. അൽഹംദുലില്ലാഹ്. CSO ചെയർമാൻ 10 കൊല്ലം, വൈസ് ചെയർമാൻ 10 കൊല്ലം. എടുക്കണ പേപ്പർ എടുക്ക. ഇനി എടുക്ക്. ഫോട്ടോ എടുത്തോ? മറിയല്ല അവിടെ മടിക്കൽ. ഓരോന്നും ഫോട്ടോ എടുക്കണേ. സിറാജ് അലിന് ഫോട്ടോ വരില്ല. ഓരോന്നും എടുക്കണ്ട. ഫോട്ടോ എടുക്ക്. അത് പിന്നെ കൊടുക്കും. അഷ്റഫ് ഹാജി 5 കൊല്ലം. അഷ്റഫ് ഹാജി 5 കൊല്ലം. കുഞ്ഞുമോൻ എടുക്കാം. ഒരു വർഷം. നമ്മളെ ദിക്ർ ഹൽക്കൊക്കെ എല്ലാ മാസവും ഇക്ബാൽ ഹാജി CSO പ്രസിഡന്റ് 3 കൊല്ലം. 5 കൊല്ലം. 5 കൊല്ലം. അത് 5 കൊല്ലം. മൂപ്പര് 1 കൊല്ലം. 1 കൊല്ലം. മറ്റേ 1 കൊല്ലം മതി. 1 കൊല്ലം. 1 കൊല്ലം. സ്വീകരിച്ച് കയ്യുമുത്തി. കണ്ടോ ഈ തോന്നിവാസം, ഈ അശ്ലീല ചിത്രങ്ങൾ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് വിറ്റി നടന്ന് കാശാക്കുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ പള്ളികളിൽ നിങ്ങൾ ഇത് കൊണ്ടുപോയി ഇടാറില്ലേ? നിങ്ങൾ ഇത് കക്ഷത്തിരുത്തി നടക്കാറില്ലേ? നിങ്ങൾ ഈ സമുദായത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഓ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി, എല്ലാവരോടും മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഏതിന്റെ പരസ്യമാണെങ്കിലും, ജ്വല്ലറി ആണെങ്കിലും, തുണിഷാപ്പാണെങ്കിലും, എന്തിന്റെ പേരിലാണെങ്കിലും ഒരാളും ഈ തോന്നിവാസം ചെയ്തു പോകരുത്. ബറക്കത്ത് അതുകൊണ്ട് ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചെയ്താലേ പത്രം ചെലവാകൂ, ഇങ്ങനെയൊക്കെ ചെയ്താലേ കച്ചവടം നടക്കൂ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് ശൈത്താനാണ് തോന്നിപ്പിക്കുന്നത്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ പടച്ച റബ്ബ് ബറക്കത്ത് തരും കേട്ടോ. റിസ്ക് അല്ലാഹുവാണ് തരുന്നത് കേട്ടോ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിനെ ആര് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവൻ അല്ലാഹ് മതി. അല്ലാഹു അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ റിസ്ക് കൊടുക്കും കേട്ടോ. തഖ്വയോടെ ജീവിച്ചാൽ പതറേണ്ടി വരില്ല, പരാജയപ്പെടേണ്ടി
വരില്ല. റബ്ബിന്റെ നിയമങ്ങളുടെ ഭാഗത്തു നിന്നോ പടച്ചവന്റെ സഹായമുണ്ടാകുമെന്ന് അന്നും പറഞ്ഞതുപോലെ ഇന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അന്ന് നിങ്ങളൊരു മാത്രമല്ല നിങ്ങളുടെ പത്രത്തിൽ അന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, സിനിമ പോലുള്ള ഇസ്ലാമിക വിരുദ്ധ പരസ്യങ്ങളിൽ നിന്ന് അകന്ന് തികച്ചും ഇസ്ലാമികമായിട്ടാണ് ഞങ്ങൾ പത്രപ്രവർത്തനം നടത്തുക. നിങ്ങൾ ആ നുണയും പറഞ്ഞിട്ട് ആ പത്രം തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്കിത് പാലിക്കാനാകുന്നില്ല. നിങ്ങൾക്കൊരു കള്ളത്തൗബ ഉണ്ടല്ലോ, ആ തൗബയും കൊണ്ട് നിങ്ങൾ അങ്ങനെ നടന്നോളും. അതുകൊണ്ട് ഈ സമുദായത്തിന് കാര്യമൊന്നുമില്ല. സമുദായമേ ഇത്തരത്തിലുള്ള വ്യാജവാദികളെ സൂക്ഷിക്കുക. ഇവർ പറയുന്നതൊന്നാണ്, ചെയ്യുന്നത് മറ്റൊന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളാണ് ഇവിടെ എല്ലാവരെയും ചീത്ത പറയുന്നത്. കീഴനെ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ട്. കീഴന ഉസ്താദിനെ ഞാൻ ചീത്ത പറഞ്ഞത് തെളിയിക്കാൻ സർവ്വ മുജാഹിദിനും ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കുക എന്ന് മൂപ്പര് വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു തെളിയിക്കാം. കഴിഞ്ഞ പ്രസംഗത്തിൽ കീഴനയെ മൂപ്പര് ചീത്ത പറഞ്ഞത് എങ്ങനെയെന്ന് പേരോട് അംഗീകരിക്കുന്ന മദ്ഹബ് അനുസരിച്ചുകൊണ്ട്, പേരോടിന് ഒരാളെ ചീത്ത പറയൽ, ഒരാളെ പരിഹസിക്കലൊക്കെ പറഞ്ഞ മൂപ്പർക്ക് ചില ഉസൂലൊക്കെ ഉണ്ടത് മൂപ്പർക്ക് തിരിയും. ആ ഉസൂൽ അനുസരിച്ച് മറുപടി കൊടുത്തു. കീഴന ഉസ്താദിനെ ഇന്ന് വരെ ഞാൻ ചീത്ത പറഞ്ഞത്, കീഴന ഉസ്താദിനെ ഇന്ന് വരെ ഞാൻ ചീത്ത പറഞ്ഞത് ഒരു തെളിവ് പ്രസംഗിച്ചതോ എഴുതിയതോ കൊണ്ടുവരാൻ സാധിക്കുമോ? ആൺകുട്ടികളുണ്ടെങ്കിൽ കാണട്ടെ, സർവ്വ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് നിങ്ങൾ ആ പ്രത്യേകമായ വെല്ലുവിളിയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, എന്ത് നിങ്ങൾ കിയനെ പ്രത്യേകം എടുത്തു പറഞ്ഞില്ല, കിയന അടക്കമുള്ള എല്ലാവരെയും മൊത്തത്തിലാ നിങ്ങൾ പറഞ്ഞേ, എല്ലാവരെയാ പറയുന്നത്. കേട്ടോളൂ, നാദാപുരം ഭാഗങ്ങളിൽ നടക്കുന്ന മിസൈൽ ബിസിനസ് ഹറാമാണെന്ന് താങ്കളും ഹലാലാണെന്ന് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമാ നേതാക്കളും പ്രഖ്യാപിച്ചതായി കേട്ടു. ഒരു വിഷയം ഹലാലോ ഹറാമോ എന്ന തർക്കം നടക്കുമ്പോൾ സാധാരണക്കാർ എന്തു ചെയ്യണം? ഉത്തരം പേരോട് കൊടുക്കുന്ന ഉത്തരാണ്. ചോദ്യത്തിൽ പറഞ്ഞ സംസ്ഥാനക്കാര് പല വിഷയങ്ങളിലും പൂർവീക പണ്ഡിതരെയും ഇന്നുള്ളവരെയും കടത്തിവെട്ടി ഫിഖ്ഹ് പൊട്ടിക്കുന്നവരാണ്. എന്താ പറഞ്ഞത്? നല്ല മദ്ഹ പറഞ്ഞേ അല്ലേ? നല്ല മദ്ഹ പറഞ്ഞത്. കീയനെ പറഞ്ഞോനാ നിങ്ങൾ ചോദിച്ചത്. കീയന അടക്കമുള്ള എല്ലാവരെയും കൂടി ഞങ്ങൾ പറഞ്ഞു. സംസ്ഥാന കേരള കണ്ടോ, ചോദ്യത്തിൽ പറഞ്ഞ സംസ്ഥാനക്കാർ, അതിൽ കീയന പെടൂലെങ്കിൽ അത് പറയണം, ചോദ്യത്തിൽ പറഞ്ഞ സംസ്ഥാനക്കാർ പല വിഷയങ്ങളിലും പൂർവീക പണ്ഡിതരെയും ഇന്നുള്ളവരെയും കടത്തിവെട്ടി ഫിഖ്ഹ് പൊട്ടിക്കുന്നവരാണ്. നാദാപുരത്തും പരിസരങ്ങളിലും ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുന്നതിന് പ്രചോദനം നൽകി ഇവരിൽ ചിലർ വഅദ് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ മൈക്കുള്ളതിന്റെ പേരിൽ പള്ളിയിൽ പോകാതെ ജുമുഅ നഷ്ടപ്പെടുത്തുന്നവരും. ഇതൊക്കെ മദ്ഹ. ഇനി വേണോ നിങ്ങൾക്ക് എഴുതിയത്? കേട്ടോളൂ. ഇതാ അപ്പുറത്തെ സമസ്തയിലെ ഒരു വ്യക്തി അതാ നിങ്ങളെ സംബന്ധിച്ച് എഴുതുകയാണ്. കേട്ടോളൂ. ബഹുമാന പണ്ഡിതനും സൂഫി വര്യനുമായ കീഴന ഉസ്താദിനോട് പള്ളിയുടെ മുകളിൽ കയറി കളകള ചൊല്ലിയാ പോരാ, കിതാബ് നോക്കണം എന്ന് പറഞ്ഞ ചെയർമാൻ സഖാഫിയുടെ സൂപ്പർ സഫാഹത്ത് വായനക്കാരറിയുമ്പോൾ ടിയാന്റെ ജഹാലത്ത് ബോധ്യപ്പെടും. കണ്ടോ? അപ്പൊ പള്ളിയുടെ മുകളിൽ കയറിയിട്ട് കളകളാന്ന് ചൊല്ലിയാ പോരാ, കിതാബ് നോക്കണം എന്ന് പറഞ്ഞു. ഞാനല്ല പറഞ്ഞത്, സഖാഫിയാണ് എഴുതുന്നത്. ജലീൽ സഖാഫി എഴുതുകയാണ്. മറുപടി എനിക്ക് വേണ്ട, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞതല്ല. എവിടെങ്കിലും എഴുതിയതുണ്ടോന്നല്ലേ ചോദിച്ച്, എഴുതിയതാണ് വായിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യത്തിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് മിണ്ടിയിട്ടില്ല. എവിടെ പോയി? സർവ്വ മുജാഹിദിനെയും ആൺകുട്ടികളാണെങ്കിൽ കൊണ്ടുവരൂ എന്ന നിങ്ങളുടെ വെല്ലുവിളിയുടെ ശൗര്യം എവിടെ പോയി? മറുപടി നിങ്ങൾ പറയണം. നിങ്ങൾ ഈ രാജ്യത്ത് പുത്തൻപള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് നാദാപുരത്തുള്ള പുത്തൻപള്ളിയിൽ നടക്കുന്ന ജുമാ ളത്തിലാണ്. ആ ജുമാ ബാത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ നാദാപുരത്തുള്ള പുത്തൻപള്ളിയുടെ ജുമാ ബാത്തിലാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ അതുമെന്ന് അങ്ങനെയൊന്നും സലാമത്താവൂല. പുത്തൻപള്ളിയിലെ ജുമാ ബാത്തിൽ എന്ന് പേരോട് പറയുന്ന ഭാഗം ഒന്ന് കേൾപ്പിക്കുക. പുത്തൻപള്ളിയിൽ നടക്കുന്ന ജുമാ, അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് വ്യക്തമായി തന്നെ അതും അതുപോലത്തതിനെ സംബന്ധിച്ചുമാ പറഞ്ഞത്. അതേ ഫതസിഹു സാബിഖാതു ഇലാ അൻ തൻതഹി അൽ ഹാദതു സുമ്മ തബ്തുലു സായിദാത്ത്. പിന്നെ നടക്കുന്നൊക്കെ ബാത്തിലാണ്.
പുത്തമ്പള്ളിയിലെ ജുമാ കുളത്തിലാകും. ഇപ്പൊ എന്താ വിധിന്നൊന്ന് പറയണം. നാദാപുരം പുത്തമ്പള്ളിയിലെ ജുമാ ഇപ്പൊ കുളത്തിലോ കുളത്തിന് പുറത്തോ നിങ്ങൾ പറയണം. നിങ്ങളാ എന്നെ കൊണ്ട് ഇത് ആവർത്തിച്ച് ചോദിച്ചിട്ട് പറയിപ്പിച്ചതാ. ഞാൻ അതൊക്കെ വിട്ടതായിരുന്നു. നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു മൗലവി എന്താ അതിനെപ്പറ്റി ഒന്നും മിണ്ടാത്ത്. ഞാൻ മിണ്ടിയതാണ്, നിങ്ങൾ എന്തപ്പം മിണ്ടാത്ത്? പറയണം ഈ നാട്ടുകാരോട്, പുത്തൻപള്ളിയിലെ ജുമാ ബാത്തിലാണോ ഉണ്ടോ ഇല്ലേ? നിങ്ങളോട് ആവർത്തിച്ച് പുത്തൻപള്ളിയിൽ നടക്കുന്ന ജുമായെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല. പറയണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? സിറാജുൽ ഹുദയിലേക്ക് അതാ ഇപ്പൊ സലഫി ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഇപ്പൊ എന്താ വരുമാനം, പണ്ട് വളരെ കുറഞ്ഞ പൈസ കിട്ടിയിരുന്നുള്ളൂ, ഇപ്പൊ സലഫി ഇങ്ങനെ സിറാജുൽ ഹുദയ്ക്ക് ആൾക്കാർ പൈസ കൊടുക്കുന്നത് ഇങ്ങനെ കാണിച്ചപ്പോ എന്തായി? എല്ലാവരും നേർച്ചയാക്കണേ, മുജാഹിദീങ്ങളും നേർച്ചയാക്കണേ. മുജാഹിദ് തന്ന പൈസ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ കാണിക്കുന്ന ഒരു ക്ലിപ്പുണ്ട് കാണിക്കണേ. മുജാഹിദ് കൊടുത്തയച്ച പൈസ തെളിയിക്കൂ. ഏത് മുജാഹിദാണ്? ഏത് യൂണിറ്റിലെ മെമ്പറാണ്? ഏത് തൗഹീദ് മനസ്സിലാക്കി ആദർശമുള്ളവനാണ് നിങ്ങളിലേക്ക് നേർച്ച പൈസ തന്നത്? അഡ്രസ് പറയൂ, ആളെ കാണിക്കൂ. നിങ്ങൾക്ക് പഞ്ഞമില്ലല്ലോ, കാണിക്കൂ. നിങ്ങൾ തന്നെ നുണ പറയുക, നുണക്ക് കള്ളസാക്ഷിയെ അവതരിപ്പിക്കുക, അത് നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. നിങ്ങളുടെ സംസ്കാരം നേരത്തെ ഫൈസി വിശദീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ആകെന്നെ പറ്റിയ ഒരു പരാതി എന്താ? കഴിഞ്ഞ ഈ സംഭവങ്ങളൊക്കെ കാണിച്ചപ്പോ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു മൊലിയാരിങ്ങനെ വലിക്കുന്നത് കണ്ടോ പോക്കറ്റ് അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം കാണിച്ചപ്പോ എന്നെ പറ്റി വലിയ പരാതി എന്താ? ഈ മൗലവിക്ക് പോക്കറ്റ് അടി എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് എന്നെ പറ്റി ആക്ഷേപം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇയാൾക്കല്ലേ എന്താ പറയട്ടെ ഇയാളെ പറ്റി? വിശ്വാസമില്ലാത്തവന്റെ കീശയെന്ന് വേറൊരുത്തൻ എടുക്കുന്നതിന്റെ പേരാ പോക്കറ്റടി എന്ന് മൗലവി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇയാൾക്കല്ലേ എന്താ പറയട്ടെ ഇയാളെ പറ്റി? ശരിയാണ്, അത് നിങ്ങളെ തൊഴിലാണല്ലോ, നമുക്ക് അതിനെപ്പറ്റി വലിയ പിടുത്തൊന്നുമില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ സോറി എന്ന് മാത്രം നിങ്ങളോട് പറയാണ്. മാത്രല്ല അന്ന് നിങ്ങളോട് പറഞ്ഞു എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മതമാണ് എന്ന് ഞങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അല്ല നിങ്ങൾക്കാണ് ആ സ്വഭാവം, നിങ്ങൾക്കാണ് ഓരോരുത്തർക്കും തോന്നിയതുപോലെ ഓരോ മതം എന്ന് പറഞ്ഞിട്ട് ഉദാഹരണമായിട്ട് അന്ന് നമ്മൾ പറഞ്ഞു അതാ ശനി ദിവസമിൽ പുതിയ മുണ്ട് ധരിക്കലും എന്ന് പറഞ്ഞിട്ട് ശനി ഞായർ അതുപോലെയുള്ള ദിവസങ്ങളിൽ തുണി വാങ്ങലും ഉടുക്കലും ഒക്കെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. നിങ്ങൾ നഹ്സുകളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ വിശ്വാസം? ജനങ്ങൾക്കിടയിൽ നഹ്സുകൾ പ്രചരിപ്പിക്കുന്ന അഥവാ ദിവസങ്ങളെ ചീത്ത പറയുന്ന ഓരോ ദിവസങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവർക്കുള്ളത്. നിങ്ങൾ നോക്കൂ, ദിവസങ്ങളെ ചീത്ത പറയുന്ന ഒരു ശൈലി നോക്കൂ. ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും, ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ, ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നൊടുക്കുന്നത്, ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. കണ്ടോ, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണോ ഈ ആശയം? ഇവര് പ്രചരിപ്പിക്കുകയാണ്. കല്യാണം നിശ്ചയിക്കാൻ ഒരുങ്ങുമ്പോ അതുപോലെ തന്നെ പല കാര്യത്തിനും ഒരുങ്ങുമ്പോ ദിവസത്തിന്റെ ആദലക്ക് നഹസ് ശകുനം നോക്കുന്നൊരു പരിപാടി. ഏതൊക്കെ ദിവസമാണ് നല്ലത്, ഏതൊക്കെയാണ് ചീത്ത എന്ന് ഇവരങ്ങ് തീരുമാനിച്ചു പോയി. വസ്ത്രം വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോകുമ്പോൾ പോലും ഇവര് പഠിപ്പിക്കുന്ന മര്യാദ എന്താ പറഞ്ഞത്? ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും. ശനിയാഴ്ച ദിവസം നീ പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല, സ്വഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും. എന്താ കാരണം? ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ, ധരിക്കുന്ന സമയത്തൊക്കെ ജസദിന് അസുഖം വരും. ശനിയാഴ്ച മുണ്ടെടുത്താലേ അന്ന് അസുഖം വരും. ആകെ പ്രശ്നാണ്. തീർന്നില്ല. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നുടുക്കുന്നത്. ഞായറാഴ്ചയും ഔട്ടായി, ഞായറാഴ്ചയും പറ്റില്ല. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്
ഇനി എന്താ നാശങ്ങൾ എന്ന് കേട്ടോളൂ. തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ അമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ. എന്റെ പൊന്നേ, നീ എങ്ങാനും അതങ്ങ് ധരിച്ചാൽ നിന്റെ മനക്ലേശം മാറില്ല കേട്ടോ, മനസ്സിലെപ്പോഴും ഹമ്മായിരിക്കും കേട്ടോ. മാത്രമല്ല തീ വീണതായി നശിക്കേണ്ടതാണ് മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ട്, മോഷ്ടിച്ചു കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ചോദിക്കട്ടെ, ഇസ്ലാം ദീൻ അള്ളാഹുവിന്റെ റസൂല് പൂർത്തിയാക്കിയ ആ ഇസ്ലാം ദീന്, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളോട് ഇസ്ലാം ദീൻ അള്ളാഹ് പൂർത്തിയാക്കിയില്ലേ? ആ ദീനിൽ എവിടെയാണ് ശനിയെ ഇങ്ങനെ പറഞ്ഞത്, ഞായറിനെ ഇങ്ങനെ പറഞ്ഞത്, ചൊവ്വയെ ഇങ്ങനെ പറഞ്ഞത്? ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? കൃത്യമായിട്ട് പാടിക്കൊടുത്തു. ഓരോ ദിവസത്തെ കാര്യം അങ്ങ് എണ്ണി പാടിയതാ. അതിനെപ്പറ്റി മൂപ്പർക്കൊന്നും പറയില്ല. അപ്പൊ മൂപ്പർ അതിനെപ്പറ്റി പറയുന്ന ഒരു മറുപടി കിട്ടോ. എന്താ പാണ്ഡിത്യത്തിന്റെ മികച്ച മറുപടി എന്നുള്ളത് നിങ്ങൾ കേട്ടോളൂ. ശനിയാഴ്ചയും ഞായറാഴ്ചയും തുണിപ്പീടിയെ പോറ് നിങ്ങളെ കിതാബിലുണ്ട്. ഞായറാഴ്ച ഉണ്ടോ തുണിപ്പീടിയ തുറക്കുന്നു? ശനിയാഴ്ച ആണെങ്കിൽ ഏകദേശം നല്ല എല്ലാം വിറ്റ് തീർന്നിട്ടുണ്ടാവില്ലേ? അടുത്ത ആഴ്ച പുതിയ പേരും എല്ലാണ്ടുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു. ഇതൊക്കെയാണല്ലോ നമ്മുടെ തർക്ക വിഷയം. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഒന്നും ഉത്തരം പറയല്ല, അല്ലെങ്കിൽ പറയണ്ടേ, നിങ്ങൾ തെളിവുദ്ധരിച്ച് പറയണ്ടേ? ഒന്നുമില്ല എന്നുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ട് തുണിപ്പീടി ഉറക്കണേ. മറുപടി ഉണ്ടെങ്കിൽ അത് പറയണം. അതിന് ഇങ്ങനത്തെ ഓരോ മറുപടി. ഇതാണ് പേരോട്. പേരോടിനെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. ഖുർആൻ പരിഭാഷയുടെ കാര്യം വന്നു പറഞ്ഞു, നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രത്യേക സ്വലാത്തിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ മിണ്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ആ നിലക്കുള്ള ഓരോരുത്തർക്കും ഓരോ മതം എന്ന് പറയുന്ന നിലക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എമ്പാടും കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ചോദിക്കട്ടെ, ഇസ്ലാമികമായിട്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടല്ലേ സംസാരിച്ചിട്ടുള്ളത്? നിങ്ങൾ പാരമ്പര്യം പറഞ്ഞപ്പോ ഇന്നലെ ഞാൻ എന്റെ സംസാരത്തിൽ നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് സൂചിപ്പിച്ചുകൊണ്ട് തെളിയിക്കോ പാരമ്പര്യം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല സർവ മുസ്ലിമിനും ബാധ്യതയാണ്. അവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് പ്രമാണം വേണം, ആചരിക്കുന്ന കർമ്മങ്ങൾക്ക് പ്രമാണം വേണം. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാന്റെ ദീനാണ് കേട്ടോ. അതനുസരിച്ചു കൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. കാരണം ഈ തർക്കവിതർക്കങ്ങളൊക്കെ അവസാനിച്ചിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ പോയി കിടക്കേണ്ടുന്ന ഒരു ഭവനമുണ്ടല്ലോ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മെടക്ക് പകരം മളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസ്മാന. ഈ തർക്കങ്ങളൊക്കെ അവസാനിച്ചിട്ട് ഖബറിൽ പോയി കിടക്കേണ്ടവരല്ലേ? നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടവരല്ലേ? അവിടെ പോയി നിൽക്കുമ്പോ നമ്മെ ആര് രക്ഷിക്കാനുണ്ടാകും? നമ്മെ ആര് രക്ഷിക്കാനുണ്ടാകും? നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾ അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരണമെങ്കിൽ ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആഖിറത്തിനെ ഉദ്ദേശിച്ചാലും പോരാ, وسعى لها سعيها, ആഖിറത്തിന് അധ്വാനിക്കേണ്ട അധ്വാനം അധ്വാനിക്കണം. ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ട് ഇല്ലാത്ത സലാത്ത് നഗറുകൾ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് പോയി അധ്വാനിക്കണ്ട കേട്ടോ. ഇസ്ലാം പഠിപ്പിക്കാത്ത ആചാരം കഴിഞ്ഞിട്ട് കഷ്ടപ്പെടേണ്ട കേട്ടോ. ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ എന്തധ്വാനിച്ചിട്ടെന്താണ് ഫലം? ഖുർആൻ പറഞ്ഞില്ലേ, അമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ തുസ്ഖാ മിൻ നൈനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിലെത്തുമ്പോ ക്ഷീണിച്ച് അധ്വാനിച്ച് തളർന്നിട്ട്
എത്തുമ്പോ അള്ളാന്റെ അടുക്കൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നോ ആഖിറത്തെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. അതിനു വേണ്ട അധ്വാനം തന്നെ അധ്വാനിക്കണം. ഈമാൻ അടിസ്ഥാനപരമായിട്ടുള്ള നിലക്ക് വഹുവ മുഅ്മിനുൻ, അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടത് ആ രൂപത്തിൽ വിശ്വസിച്ചാചരിച്ചുകൊണ്ട് അങ്ങനെ മരിക്കാൻ സാധിച്ചാൽ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ ഫൗലായിക കാന സഅയുഹും മശ്കൂറാ, അതിനവിടെ വലിയ പ്രതിഫലം കിട്ടുമെന്ന ആ ഉദ്ദേശത്തിൽ അള്ളാഹു നമ്മെ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 1000 വട്ടം ചിന്തിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിന് ഖുർആൻ പഠിക്കണേ, ഹദീസുകൾ പഠിക്കണേ. രാജ്യത്തൊട്ടാകെ ഇന്ന് ഖുർആൻ പഠിക്കാൻ സംവിധാനങ്ങളുണ്ട്, ഹദീസ് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മക്കളെ പറഞ്ഞേക്കണം, നമ്മളും പഠിക്കണം. വീടുകളിൽ അനാവശ്യം വേണ്ട കേട്ടോ, അനാവശ്യമായ കാഴ്ച വേണ്ട കേട്ടോ, അനാവശ്യമായ നിലയ്ക്ക് സമ്പാദ്യം വേണ്ട കേട്ടോ. ഇസ്ലാമികമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലാഹു നമുക്ക് ബറക്കത്ത് തരും. യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചോ. യഹ്ഫദുക എന്നാൽ അല്ലാഹു നിന്നെയും കാക്കും. യഹ്ഫദില്ലാഹ തജിദഹു തുജാഹക, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് തന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ, സത്യം മനസ്സിലായാൽ അത് തുറന്നു പറയുന്നതിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഫിറഔൻ എത്ര വലിയ ധിക്കാരിയായിരുന്നു, ഫിറഔൻ എത്ര വലിയ ഭരണാധികാരിയും വലിയ ധിക്കാരിയും ഒക്കെ ആയിരുന്നു. ആ ഫിറഔനും മൂസാ അലൈഹിസ്സലാമും തമ്മിലുള്ള തർക്കത്തിനിടക്ക് സത്യം മൂസാ അലൈഹിസ്സലാമിന്റെ ഭാഗത്താണെന്ന് മനസ്സിലായപ്പോ ഫിറഔൻ കാശ് കൊടുത്ത് വരുത്തിയിട്ടുള്ള ആളുകളായിട്ട് പോലും ഫിറഔനിനെ കാത്തു നിൽക്കാതെ ഞങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരാളുടെ തിട്ടൂരം ആവശ്യമില്ല. ഞങ്ങൾക്ക് സത്യം അങ്ങ് ബോധ്യപ്പെട്ടാൽ പിന്നെ, തെളിവുകൾ അങ്ങ് ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരു ഹോജയുടെ മനസ്സമ്മതം മാറാൻ ഞങ്ങൾക്ക് വേണ്ട. അതാ സദസ്സിൽ വെച്ച് ഇന്നാ ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു. ഫിറഔൻ ചോദിച്ചില്ലേ, ആമൻതും ഖബല അൻ ആദന ലക്കും, എന്റെ സമ്മതം കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങൾ അങ്ങ് മൂസയിൽ വിശ്വസിച്ചു പോകുന്നുവോ? നിങ്ങളെ ഞാൻ കൊല്ലും, കൈകാലുകൾ വെട്ടിനുറുക്കും, കുരിശിൽ തറക്കും കേട്ടോ. അങ്ങനെയുള്ള ഭീഷണിക്ക് വഴങ്ങുന്നവരാണെങ്കിൽ അവരും അങ്ങനെ പിന്മാറാൻ സാധ്യതയുണ്ട്. അത് വിചാരിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഈമാനിന്റെ നിറകുടമായ ആ മഹത്തുക്കൾ, അവർക്ക് ദുനിയാവിലെ ഖാദിയെ പേടിയില്ല, ദുനിയാവിലെ ഭരണാധികാരിയെ പേടിയില്ല. അവര് പേടിക്കുന്നത് റബ്ബിനെയാണ്. അതുകൊണ്ട് ഫറോവയോട് അവര് പറഞ്ഞു, ഞങ്ങൾക്കിപ്പോ സത്യം ബോധ്യപ്പെട്ടു, ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങളിതാ മാറുന്നു, ഞങ്ങളിതാ വിശ്വസിക്കുന്നു. നീ ഞങ്ങൾക്കെതിരെ എന്ത് തീരുമാനങ്ങൾ നീ എടുത്താലും, നീ എന്ത് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾക്കത് ബാധകമല്ല കേട്ടോ. ഫഖ്ദി, നീ വിധിച്ചോ. നീ ഇവിടെ ദുനിയാവിലെ ഖാദി മാത്രമല്ലേ, നീ ദുനിയാവിലെ ജഡ്ജി മാത്രമല്ലേ. ഞങ്ങൾ നിന്നെ നോക്കിയിട്ടല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഖബറാണ് വലുത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പരലോകമാണ് വലുത് എന്നും പറഞ്ഞിട്ട് ധിക്കാരിയായ ഫിറഔന്റെ മുമ്പിൽ വെച്ച് ഈമാനിലേക്ക് കടന്നു വന്ന ആ മഹത്തുക്കളുടെ പാരമ്പര്യം ഈ ഉള്ളവന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഉപ്പമാരോട് പറയട്ടെ, സർവ സഹോദരങ്ങളോടും പറയട്ടെ. ആദർശത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്, പ്രമാണങ്ങളാണ് ഉദ്ധരിച്ചത്, സത്യം ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങളത് ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് കൊണ്ട് സത്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ സ്വീകരിച്ചോളൂ, അതുപോലെ ജീവിച്ചോളൂ. അതല്ല, ബോധ്യമായിട്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കാവുന്നതാണ്. അതെല്ലാവരോടും പറയാനുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ വിഷയത്തിൽ
ബലാത്കാരത്തിന്റെ പ്രശ്നമില്ല, നിർബന്ധിക്കുന്ന കേസില്ല. സത്യം ഇങ്ങനെ തുറന്നു പറയും, സമാധാനപരമായ അന്തരീക്ഷത്തിൽ അത് പറയും, സമാധാനപരമായി ജനങ്ങൾ അത് കേൾക്കും. അങ്ങനെ കേട്ടുകഴിഞ്ഞ് അവരെ മാറ്റുരക്കട്ടെ. നിങ്ങൾ എപ്പോഴും പറയുന്നു ജനങ്ങളോട്, മൗലവിമാരുടെ സീഡി കേട്ട് പോകരുതേ, കേട്ടാൽ ആകർഷിക്കപ്പെടും. കാരണം ഞങ്ങളുടെ കയ്യിൽ ഹക്കുണ്ട്. ആയത്ത് കേൾക്കുമ്പോ മാറുന്നവര്, ഹദീസ് കേൾക്കുമ്പോ മാറുന്നവര്. നിങ്ങളുടെ പല തോന്നിവാസങ്ങളും അവർക്ക് പിടികെട്ടുമെന്ന് തോന്നുമ്പോ നിങ്ങൾ പറയും കേട്ടുപോകരുത്, സീഡി വലിച്ചെറിയണേ ഉമ്മമാരെ എന്ന് നിങ്ങളവിടെ വിളിച്ച് കരഞ്ഞിട്ടെന്താ കാര്യം? ജനങ്ങളത് ചെവിക്കൊള്ളുമോ? ജനങ്ങളത് ഉൾക്കൊള്ളുമോ? കാരണം അവർക്ക് സത്യമാണ് വലുത്. ഇതിനൊരു പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു പാരമ്പര്യം പറഞ്ഞു തരാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒക്കെ ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കുമ്പോ അബൂജഹലിന് സഹിച്ചിട്ടില്ല കേട്ടോ. അത് കേട്ടുപോകരുത് ഉമ്മമാരെ. അതാ നേതാക്കന്മാര് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. അവിശ്വസിച്ചവർ അവരുടെ ജനങ്ങളോട് പറഞ്ഞു, കേട്ടുപോകരുത്, നിങ്ങൾ കേട്ടുപോകരുത്, അടുത്തു പോകരുത്. കാരണം അവർക്കൊക്കെ അറിയാം, വശ്യമാണ് ഖുർആൻ, സുന്ദരമാണ് ഖുർആൻ. ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ആശയങ്ങളുടെ ശൈലിയാണ് ഖുർആനിനുള്ളത്. അത് റബ്ബിന്റെ കലാമാണ്. ഏത് കരിരുമ്പ പോലത്തെ കൽവിനെയും പിടിച്ചു കുലുക്കിയിട്ട് അതാതിനെ മയപ്പെടുത്താനുള്ള കഴിവ് ഖുർആനിലുണ്ട് എന്നവർക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് അവരെ തടയിട്ടോ കേൾക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ആ മതിൽ കെട്ടുകൾ ഭേദിച്ച് ആയിരങ്ങൾ ഖുർആൻ കേട്ടു, സത്യത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നു. ഇനിയും ആ രൂപത്തിലുള്ള ആ സത്യത്തിന്റെ പാതയിലേക്കുള്ള ഒഴുക്ക് തടയിടാൻ കേൾക്കരുതേ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. റാൻ റാൻ എന്ന് പറഞ്ഞ് മൂളുന്ന കാലഘട്ടം പോയി കേട്ടോ. സത്യത്തിലേക്ക് ജനങ്ങൾ വരും. അത് അവരുടെ പരലോകത്തിന് വേണ്ടിയാണ്, പരലോക രക്ഷയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. റബ്ബിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടണം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിജയിച്ചു പോയി, അവൻ വിജയിച്ചു പോയി. അതുകൊണ്ട് ആ വിജയം നമുക്ക് വേണ്ടത്, ആ സൗഭാഗ്യമാണ് വേണ്ടത്. ഉമ്മമാരോട് പറയട്ടെ, മക്കള് പഴച്ചു പോകുന്ന കാലമാണ്. 1000 ശ്രദ്ധ മക്കളുടെ മേൽ വേണം കേട്ടോ. കുടുംബത്തിന്റെ നായികമാരെ, കുടുംബത്തിന്റെ ഭരണാധികാരികളെ, ഉപ്പമാരെ, അതാ ഒരുപാട് വിമർശനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാൻ കാരണമായ ചാടിപ്പോക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. കൂടെ ഇറങ്ങിപ്പോക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ജിഹാദിന്റെ പേരുപയോഗപ്പെടുത്തിയിട്ട് അതിന് ദുർവ്യാഖ്യാനം നടത്താൻ ചാൻസ് ഒരുക്കപ്പെടുന്നുണ്ട് കേട്ടോ. മക്കളെ സൂക്ഷിക്കണേ. അള്ള തന്ന കണ്ണുകൊണ്ട്, അള്ള തന്ന കാതുകൊണ്ട്, അള്ള തന്ന നാവ് കൊണ്ട്, അള്ള തന്ന ശരീരം കൊണ്ട് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തത് വീടുകളിൽ വേണ്ട ഉമ്മമാരെ, വീടുകളിൽ വേണ്ട ഉപ്പമാരെ. ജീവിതം ശുദ്ധമാക്കിക്കോ. പരലോക രക്ഷപ്പെടണ്ടേ, ഈമാനോടെ മരിക്കണ്ടേ. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ ആത്മാവ് കൊണ്ടുപോകണ്ടേ. നാളെ പരലോകത്ത് സജ്ജനങ്ങളുടെ കൂടെ പോയി സ്വർഗത്തിലെത്തണ്ടേ. അതിന് ആഗ്രഹം മാത്രം മതിയോ? പ്രാർത്ഥന മാത്രം മതിയോ? പോരല്ലോ. പ്രാർത്ഥനയോടൊപ്പം ആഗ്രഹത്തോടൊപ്പം അതിന് സമാനമായ നിലക്ക്, പ്രമാണബദ്ധമായ നിലക്ക്, കെട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ല്ല, കേവല പൊട്ടയായ പാരമ്പര്യത്തിന്റെ പേരിലല്ല, പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചോ. അങ്ങനെ സ്വർഗം നേടിക്കോ. അർഹമുർ റഹീമീനായ റബ്ബ് സാധുവായിരിക്കും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ.
ഹക്ക് കണ്ടാൽ സ്വീകരിക്കാൻ ഒന്നും തടസ്സമാവാത്തതുപോലെ ബാത്തില് കണ്ടാൽ അതിൽ നിന്നൊഴിവാകാനും നമുക്കൊന്നും തടസ്സമായി കൂടെ കേട്ടോ. അങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ബോധത്തോടുകൂടി ജീവിക്കാൻ, പഠിക്കുന്ന സത്യം അനുസരിച്ച് ജീവിക്കാൻ, അത് തുറന്ന് പറയാൻ ഇനിയും അനിയും ഈ നാദാപുരത്തിന്റെ മണ്ണിലാണെങ്കിലും കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അല്ല, അല്ലാഹ് ആയുസ്സും അനുവദിക്കുന്നത് ഏത് നാട്ടിൽ വെച്ചാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തെ ഉയർത്തിപ്പിടിക്കാനും അതിന്റെ പ്രചാരകരാവാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗികളായ പലരും അതാ പ്രയാസപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലുകളിലുണ്ട്, വീടുകളിലുണ്ട്, പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നാദാ, പകർച്ചവ്യാധികളിൽ നിന്ന് അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണം അല്ലാഹ്. പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സഹിക്കാനാവാ